ക്രിസ്തുനാഥനൻ സ്വന്തമായി തീർന്നു. ഉർവിയെ ജയിച്ച ക്രിസ്തുനാഥനൻ സ്വന്തമായി തീർന്നു. ഉയർത്തെഴുന്നേറ്റു. കല്ലറ തുറന്നിടവേ രാജസേവകർ ഭയന്നിടവേ വല്ലഭനീശു ഉയർത്തെഴുന്നേറ്റു. നിത്യമാം ജീവനെ നൽകിടുവാൻ വല്ലഭനീശു ഉയർത്തെഴുന്നേറ്റു. നിത്യമാം ജീവനെ നൽകിടുവാൻ ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ, ജയിച്ചെഴുന്നേറ്റു. ഉർവിയെ ജയിച്ച ക്രിസ്തുനാഥനൻ സ്വന്തമായി തീർന്നു. ഉയർത്തെഴുന്നേറ്റു. മരണമേ വിഷമെവിടെ? പാതാളമേ ജയമെവിടെ? മരണത്തെ ജയിച്ചവൻ ഉയർത്തെഴുന്നേറ്റു. പാതാള വൈരിയെ ജയിച്ചവനായി മരണത്തെ ജയിച്ചവൻ ഉയർത്തെഴുന്നേറ്റു. പാതാള വൈരിയെ ജയിച്ചവനായി ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ, ജയിച്ചെഴുന്നേറ്റു. ഉർവിയെ ജയിച്ച ക്രിസ്തുനാഥനൻ സ്വന്തമായി തീർന്നു. ഉയർത്തെഴുന്നേറ്റു. മരിച്ചവരുടെ ഇടയിൽ ജീവനാഥനെ തേടുകയോ? നീതിയിൻ അധിപതി ഉയർത്തെഴുന്നേറ്റു. സ്വർഗ്ഗപിതാവിൻ മഹിമയിതേ. നീതിയിൻ അധിപതി ഉയർത്തെഴുന്നേറ്റു. സ്വർഗ്ഗപിതാവിൻ മഹിമയിതേ. ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ, ജയിച്ചെഴുന്നേറ്റു. ഉർവിയെ ജയിച്ച ക്രിസ്തുനാഥനൻ സ്വന്തമായി തീർന്നു. ഉർവിയെ ജയിച്ച ക്രിസ്തുനാഥനൻ സ്വന്തമായി തീർന്നു. ഉയർത്തെഴുന്നേറ്റു. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 35-ാം വാക്യം. ഇനി 4 മാസം കഴിഞ്ഞിട്ട് കൊയ്ത്തു വരുന്നുവെന്ന് നിങ്ങൾ പറയുന്നില്ലയോ? നിങ്ങൾ തലപൊക്കി നോക്കിയാൽ നിലങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വെളുത്തിരിക്കുന്നത് കാണും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. തലപൊക്കി നോക്കിയാൽ കാണും. തലപൊക്കുക എന്നുള്ളതാണ് നമ്മുടെ ചിന്താവിഷയം. അബ്രഹാം തലപൊക്കി നോക്കി 3 പേർ തൻ്റെ കൂടാരവാതിൽക്കൽ നിൽക്കുന്നത് കണ്ടു. തലപൊക്കി നോക്കുക. അബ്രഹാം തലപൊക്കി നോക്കി തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും വടക്കോട്ടും നോക്കുക എന്ന് പറഞ്ഞു. അബ്രഹാം വിശാലമായ ദേശം കണ്ടു. ഈ ദേശമെല്ലാം നിനക്ക് നിന്റെ സന്തതിക്കും ശാശ്വതമായി അവകാശമായി തരുമെന്ന് കർത്താവ് അരുളി ചെയ്തു. നിന്റെ സന്തതിക്കെന്ന് കേട്ടപ്പോൾ അബ്രഹാം ഒന്ന് ഞെട്ടി. മക്കളില്ലാത്ത അബ്രഹാമിന് സന്തതി ഉണ്ടാകുമെന്നോ? ഒരു പ്രതീക്ഷയില്ലായിരുന്നിടത്ത് ഇനിയും മക്കളുണ്ടാകുമെന്നോ? അബ്രഹാം വളരെ എളിമയോടെ കാതോർത്തു. തലപൊക്കി നോക്കി. ദൈവത്തിന് സ്തോത്രം. തലപൊക്കി നോക്കിയാൽ നമുക്ക് പിണങ്ങിയിരിക്കുന്നവർക്ക് തമ്മിൽ ഇണങ്ങാൻ സാധിക്കും. റെക്കൺസിലിയേഷൻ. ദൈവത്തിന് സ്തോത്രം.
പരസ്പരം അകന്നിരിക്കുന്നവർക്ക് അടുക്കാൻ സാധിക്കും തലപൊക്കി നോക്കിയാൽ. നാം നമ്മുടെ ചെറിയ കുടിസ് മനസ്സിലിരുന്നു കൊണ്ട് നോക്കുമ്പോഴാണ് നമുക്ക് അകൽച്ചകൾ തോന്നുന്നത്. വിശാലമായി നാം ചിന്തിക്കണം. വൈഡ് ഔട്ട്ലുക്ക്, വിശാലമായ ഒരു വീക്ഷണം നമുക്ക് വേണം. അങ്ങനെ നാം തലപൊക്കി നോക്കിയാൽ പിന്നെ വഴക്കില്ല, പിണക്കമില്ല. തലപൊക്കി നോക്കിയാൽ നിത്യതയോട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഓരോ മനുഷ്യനും നിത്യതയിലേക്ക് നീങ്ങുന്നു. എന്തിനു വഴക്കടിച്ചുകൊണ്ടിരിക്കുന്നു? എന്തിന് പിണങ്ങിയിരിക്കുന്നു? എന്തിന് വീട്ടിൽ കലഹം ഉണ്ടാക്കുന്നു? എന്തിന് അസമാധാനത്തിൽ സ്വസ്ഥതയില്ലായ്മയിൽ കഴിയുന്നു? തലപൊക്കി നോക്കുക. ദൈവത്തിന് സ്തോത്രം. നാം ഇങ്ങനെ ഓരോരോ ചിന്തകളിൽ നിന്ന് ചിന്തിച്ച് വരികയായിരുന്നു. ഇന്ന് നാം ചിന്തിക്കുന്നത് തലപൊക്കി നോക്കിയാൽ നിലങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വെളുത്തിരിക്കുന്നത് കാണും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. തലപൊക്കി നോക്കിയാൽ നിലങ്ങൾ കൊയ്ത്തിന് വെളുത്തിരിക്കുന്നത് കാണും. തലപൊക്കി നോക്കുക. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ഒരു നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ശമരിയ സ്ത്രീയുടെ ഗ്രാമത്തിൽ, ശമരിയിൽ യേശു ക്രിസ്തു ചെല്ലുകയുണ്ടായി. യേശു ആ സുഗാർ കണ്ടരിയിൽ കർത്താവ് ചെന്ന് നിൽക്കുമ്പോഴാണ് സ്ത്രീ വെള്ളം കോരുവാൻ വരുന്നത്. വെയിലത്ത് വാടി തളർന്നാണ് നമ്മുടെ കർത്താവ് വന്നത്. കർത്താവ് ചോദിച്ചു, എനിക്ക് കുടിപ്പാൻ തരുമോ? എനിക്ക് കുറച്ച് വെള്ളം കുടിപ്പാൻ തരുമോ എന്ന് ചോദിച്ചു. ദാഹം കൊണ്ടാണ് ചോദിക്കുന്നത് അവൾക്ക് മനസ്സിലായുള്ളൂ. അവൾക്ക് അതിൻ്റെ ഗൗരവമൊന്നും മനസ്സിലായില്ല. കർത്താവ് പറയുന്നതിൻ്റെ ആന്തരാർത്ഥം എന്താണെന്ന് അവൾക്ക് മനസ്സിലായില്ല. അവൾ സാധാരണ പോലെ അവൾ സംസാരിച്ച് വരികയാണ്. അപ്പോഴാണ് കർത്താവ് അവളുടെ ഹൃദയത്തിലേക്ക് വിരൽ ചൂണ്ടുന്നത്. നിൻ്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് ഭർത്താവില്ലല്ലോ, എനിക്ക് ഭർത്താവില്ല. കർത്താവ് പറഞ്ഞു, ശരിയാണ്, നീ പറഞ്ഞത് ശരിയാണ്, ഭർത്താവില്ലെന്ന് പറഞ്ഞ് ശരി. നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളത് നിൻ്റെ ഭർത്താവല്ല. ഓ, ഇവൻ എന്തൊരു അത്ഭുതം! അവൾ ഒന്ന് ഞെട്ടി. ഇതാരാണിത് എന്നോട് സംസാരിക്കുന്നത്? 5 ഭർത്താക്കന്മാരുടെ കൃത്യം എണ്ണമാണ് കർത്താവ് പറയുന്നത്. 5 വിവാഹം കഴിഞ്ഞവളാണ്. ഇപ്പോൾ കൂടെയുള്ള വിവാഹം കഴിക്കാതെ കൂടെ താമസിക്കുന്നവനാണ്. അപ്പോൾ പെട്ടെന്ന് അവൾ ബുദ്ധിമതിയാണ്. പെട്ടെന്ന് അവൾ പറയുന്നു, ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിലാണ് നമസ്കരിച്ചു വന്നത്. എന്നാൽ യഹൂദന്മാർ പറയുന്ന അവർക്ക് സിയോൻ മലയിൽ, യെരൂശലേമിലാണ് ആരാധനയെന്ന. അവൾ ആരാധനയുടെ കാര്യം പറയുന്നുണ്ട്. ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാൾ നീ വലിയവനാണോ? യാക്കോബ് പിതാവായ യാക്കോബിനേക്കാൾ നീ വലിയവനാണോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം അവൾക്ക് പൂർവ്വപിതാക്കന്മാരെക്കുറിച്ച് വലിയ മതിപ്പുണ്ട്, വിശുദ്ധന്മാരെക്കുറിച്ച് മതിപ്പുണ്ട്, വിശുദ്ധന്മാരോട് നല്ല ബഹുമാനമുണ്ട്. ഞാൻ ഓർക്കുന്നു, ഒരിക്കൽ ഇന്ത്യൻ പ്രസിഡൻ്റായിരുന്ന ഡോക്ടർ രാധാകൃഷ്ണൻ എടുക്കൽ, ഡോക്ടർ ഡിവിക് എന്ന് പറയുന്ന ഒരു വിശ്വാസി, ക്രിസ്തു വിശ്വാസി എന്ന് ചെല്ലുകയുണ്ടായി. സംസാരിച്ച് ഇരുന്നുകൊണ്ടിപ്പോൾ ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞു, യു ക്രിസ്ത്യൻസ് ആർ ഓർഡിനറി പീപ്പിൾ വിത്ത് എക്സ്ട്രാ ഓർഡിനറി ക്ലെയിംസ്. നിങ്ങൾ ക്രിസ്ത്യാനികൾ സാധാരണക്കാരായ ആളുകളാണ്, പക്ഷേ നിങ്ങൾക്ക് വലിയ അവകാശവാദങ്ങളുണ്ട്. ക്രിസ്ത്യൻസ് ആർ ഓർഡിനറി പീപ്പിൾ വിത്ത് എക്സ്ട്രാ ഓർഡിനറി ക്ലെയിംസ്. ഡേവിക്ക് അതിന് പ്രത്യേകിച്ച് മറുപടി ഒന്നും പറഞ്ഞില്ല. പക്ഷേ ഒരു കാര്യം മാത്രം പറഞ്ഞു, ക്രിസ്ത്യൻസ് ആർ ഓർഡിനറി പീപ്പിൾ ബട്ട് വി ആർ ഹാവിങ് സർട്ടൻ എക്സ്ട്രാ ഓർഡിനറി പ്രിൻസിപ്പിൾസ്. ക്രിസ്ത്യാനികൾ സാധാരണക്കാരാണ്, പക്ഷേ ഞങ്ങൾക്ക് എക്സ്ട്രാ ഓർഡിനറി പ്രിൻസിപ്പിൾസ് ഉണ്ട്, ചില തത്വങ്ങളുണ്ട്. എക്സ്ട്രാ ഓർഡിനറി പ്രിൻസിപ്പിൾസ്, ജീവിതത്തിൽ ചില അസാധാരണമായ തത്വങ്ങൾ ഉൾക്കൊള്ളുന്നവരാണ് ഞങ്ങൾ. ഈ സ്ത്രീ എങ്ങനെയാണ്? ക്ലെയിംസ് വലുതാണ്. പിതാക്കന്മാരുടെ കാര്യം പറയുന്നത്, ഇത്രയും ഹീനമായ ജീവിതം നയിച്ച സ്ത്രീ പിതാക്കന്മാരുടെ കാര്യം പറയുന്നത്, ഇത്രയും വൃത്തികെട്ട ജീവിതം നയിച്ച സ്ത്രീ സമൂഹത്തിൽ വരാൻ ലജ്ജിക്കാവുന്നൊരവസ്ഥയാണ് അവൾക്ക്. അതുകൊണ്ടായിരിക്കും പക്ഷേ അവൾ ഉച്ചയ്ക്ക് വെള്ളം കോരാൻ അവിടെ വരെ വന്നത്. അവരുടെ നാട്ടിൽ കിണറിയാഞ്ഞിട്ടല്ല, അവളുടെ വീടിനടുത്ത് കിണറിയാഞ്ഞിട്ടല്ല, അവിടെ ആ ഗ്രാമത്തിലെ ആളുകൾ വെള്ളം കോരാൻ വരും. എന്നാൽ ഇവൾ ഈ ആരുമില്ലാത്ത ഈ സുഹർ കിണറ്റിലേക്ക് വരാൻ കാരണം ആളുകളുടെ പരിഹാസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ്. ഇതെല്ലാം ആണെങ്കിലും അവൾ വലിയ ആത്മാഭിമാനത്തോടെ പറയുകയാണ്, ഞങ്ങളുടെ പിതാക്കന്മാർ, ആ യാക്കോബിനേക്കാൾ നീ വലിയവനോ? യാക്കോബ് പിതാവ്. ഇന്ന് പ്രിയപ്പെട്ടവരെ, അനേകർക്ക് പറ്റിയിരിക്കുന്ന വലിയ അപകടം, ക്രിസ്തുവിനെ കാണുന്നില്ല. പ്രാർത്ഥന ഗീവറിസ് പുണ്യാളനോടും അല്ലെങ്കിൽ വിശുദ്ധന്മാരോടൊക്കെയാണ്. ക്രിസ്തുവിനെ കാണുന്നില്ല, ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുന്നില്ല. പ്രിയപ്പെട്ടവർ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഇന്ന് വാസ്തവത്തിൽ ഈ ചടങ്ങുകളും മറ്റും നടക്കുന്നത് എന്തിൻ്റെ പേരിലാണ്? പെരുന്നാളുകൾ നടക്കുന്നത് എന്തിൻ്റെ പേരിലാണ്? നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങൾ നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ,
അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പിന്നാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. പൗലോസ് എങ്ങനെയാണ് പറയുന്നത്? നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങൾ നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ. ദൈവവചനം പ്രസംഗിച്ച് നടത്തിയവരെ ഓർക്കേണ്ടതാണ്. ശരിയാണ്. എന്താ ഓർക്കേണ്ടത്? അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പീൻ. അവരെങ്ങനെ ജീവിച്ചു, എങ്ങനെയാണ് ജീവിതം അവസാനിപ്പിച്ചത്, അവരുടെ വിശ്വാസം എന്തായിരുന്നു, അതാണ് നിങ്ങൾ അനുകരിക്കേണ്ടത്. അവരെ ആരാധിക്കുകയല്ല വേണ്ടത്. ആരാധിക്കരുത്, വിശുദ്ധമായി ആരാധിക്കരുത്. പരിശുദ്ധനായി ഒരാളേ ഉള്ളൂ, കർത്താവായ യേശുക്രിസ്തു മാത്രം. ആരാധനയ്ക്ക് യോഗ്യനായ ഒരാളേ ഉള്ളൂ, കർത്താവായ യേശുക്രിസ്തു മാത്രം. ഇന്ന് നമ്മുടെ വിവിധ ഭാഗങ്ങളിലുള്ളതായ ദൈവമക്കൾ അനേകം പേരും ഈ ഊരാക്കുരുക്കിൽപ്പെട്ട് കിടക്കുകയാണ്. അഴിയാക്കുരുക്ക്. കാരണം പരിശുദ്ധന്മാർ പറയുകയാണ് എല്ലാവരുടെ യാത്ര, നിങ്ങൾ ആരാധിക്കേണ്ടത് ക്രിസ്തുവിനെ മാത്രമാണ്. ക്രിസ്തുവാണ് ആരാധനയ്ക്ക് യോഗ്യൻ. കൃപ നിറഞ്ഞ നിനക്ക് സമാധാനം, നമ്മുടെ കർത്താവ് നിന്നോട് കൂടെ. ഞങ്ങളുടെ കർത്താവ് എന്നല്ല. ചിലരെല്ലാം ഞങ്ങളുടെ കർത്താവെന്നാണ് പറയുന്നത്, തെറ്റത്. കൃപ നിറഞ്ഞ നിനക്ക് സമാധാനം, നമ്മുടെ കർത്താവ് നിന്നോട് കൂടെ. നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ. ഈ നാം എന്ന് പറയുന്ന കാരണം അത് ഞാനും അതുപോലെ തന്നെ വിശുദ്ധ കന്യമാതാവും യേശുവിനെയാണ് വിളിക്കുന്നത്, യേശുവിനെയാണ് ആരാധിക്കുന്നത്. സ്ത്രീകളിലേക്കും ഉത്തമയായ സ്ത്രീയാണ് കന്യമറിയാം. സ്ത്രീകളിൽ ഇതുപോലെ ഉയർത്തപ്പെട്ടവരാരുമില്ല, സ്ത്രീകൾ ഇതുപോലെ താഴ്ത്തപ്പെട്ടവരാരുമില്ല. ആരും ഉയർത്തപ്പെട്ടില്ല. ഇതുപോലെ ഉയർത്തപ്പെട്ടവരാരുമില്ല, ഇതുപോലെ താഴ്ത്തപ്പെട്ടവരാരുമില്ല. പക്ഷേ കന്യമറിയാമില്ല നാം ആശ്രയിക്കേണ്ടത്. പരിശുദ്ധന്മാരെ ഓർക്കണം, സ്മരിക്കണം, ആദരിക്കണം. ഒരു കാരണവശാലും ആരാധിക്കരുത്. ദൈവത്തിന് സ്തോത്രം. ഈ ആരാധനയെല്ലാം ഉള്ളപ്പോഴും ജീവിതത്തിൽ പാവം നിൽക്കുന്നു. എന്താണ്? എല്ലാം പുറമേയുള്ളതായ ചട്ടംകെട്ടുകളെല്ലാം ഉണ്ട്. ഒരുപക്ഷെ നമ്മുടെ ഈ കൂട്ടായ്മയിൽ വരുന്ന ആളുകൾക്കും ഈ അപകടങ്ങളെല്ലാം ഉണ്ടോ എനിക്കറിയാൻ പാടില്ല. ഇതെല്ലാം വിട്ടവരായിരിക്കും കുറേ പേരെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ അബദ്ധജടിലമായ ദുരാചാരങ്ങളുടെ പുറകെ പോകുന്നത് നോക്കി നിർത്തിയിട്ട് ഇനിയെങ്കിലും പ്രിയപ്പെട്ടവരെ നാം സത്യം തിരിച്ചറിയുക. ആരാധനയോഗ്യനായ ക്രിസ്തുവിനെ നാം കാണുക. അതിനെന്ത് വേണം? നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കണം. ഹൃദയശുദ്ധിയുള്ള ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും. ഹൃദയം ശുദ്ധീകരിക്കണം, ഹൃദയം ശുദ്ധമാകണം. അതിനുള്ള പരിപാടിയൊന്നും ആർക്കുമില്ല. ജീവിതം ശുദ്ധമാകണമെന്ന് പരിപാടിയില്ല. ജീവിതം വിശുദ്ധമാകണമെന്നുള്ളതായി ആഗ്രഹം വരണം. എൻ്റെ ജീവിതം വിശുദ്ധമാകണം, ചെളി പുരളാത്ത ജീവിതം, അതായിരിക്കും നമ്മുടെ ലക്ഷ്യം. അങ്ങനെ നാം നിൽക്കുമ്പോൾ നമ്മുടെ ഹൃദയം വിശുദ്ധമായ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ സ്തുതികൾ ഉയരും. അതാണ് ആരാധന. ദൈവത്തിന് സ്തോത്രം. ഈ സ്ത്രീ അഭിമാനത്തോടെ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അവൾ പിന്നെയും ഇങ്ങനെ തർക്കിക്കാൻ തുടങ്ങിയപ്പോൾ കർത്താവ് പറഞ്ഞു, സ്ത്രീയെ എൻ്റെ വാക്ക് വിശ്വസിക്കുക. അധികം ഒന്നും പറയാതെ തന്നെ കർത്താവ് സമാപ്തിയിലേക്ക് കൊണ്ടുവരാൻ നോക്കുകയാണ്. എൻ്റെ വാക്ക് വിശ്വസിക്കുക. അങ്ങനെ കർത്താവ് ആ സ്ത്രീയോട് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവൾ പാത്രം അവിടെ വെച്ചു, കിണറ്റിക്കരയിൽ പാത്രം വെച്ചു. എന്നിട്ട് അവൾ വളരെ തിടുക്കത്തിൽ നടന്നുപോയി. ഇങ്ങോട്ടായിരിക്കും നടന്നുപോയത്, അവൾ വീട്ടിലേക്കായിരിക്കും. കർത്താവ് അതിന് ചിന്താവിഷയമല്ല. പക്ഷേ അവൾ നടന്നുപോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ കർത്താവിന് ശിഷ്യന്മാർ വന്നു, ആഹാരവുമായിട്ട് വന്നു. നിങ്ങളറിയാത്ത ഒരു ആഹാരം എനിക്ക് കഴിക്കാനുണ്ട്, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്തവൻ്റെ പ്രവൃത്തി ദഹിക്കുന്നതാണ് എൻ്റെ ആഹാരം എന്ന് കർത്താവ് പറയുന്നുണ്ട് ശിഷ്യന്മാരോട്. എന്നിട്ട് നിങ്ങൾ വായിച്ചാൽ കാണാം, കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ തലപൊക്കി നോക്കി, ഒന്ന് തലപൊക്കി നോക്കൂ. നിങ്ങൾ തലപൊക്കി നോക്കിയാൽ അവർ നോക്കി, അവിടെ ഈ വലിയ കുന്ന, ശമരിയിലെ കുന്ന്. ആ കുന്നും പുറത്തുനിന്ന് ഇങ്ങനെ ആളുകൾ തുര ഇങ്ങനെ നിരയായിട്ട് ഇറങ്ങി വരുന്നു. നിങ്ങൾ തലപൊക്കി നോക്കിയാൽ ഒന്നോ രണ്ടോ പേരല്ല, നിരനിരയായി ആളുകൾ ഇങ്ങ് വരികയാണ്. വലിയൊരു നീണ്ട നിര. ഏറ്റവും മുമ്പിൽ ഈ സ്ത്രീയുണ്ട്. അപ്പോൾ അവൾ പോയത് ഈ ആളുകളെ കൂട്ടിക്കൊണ്ട് വരാനാണ് പോയത്. അവൾ ചെന്ന് പറഞ്ഞെന്താണെന്നറിയാമോ? ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാൺമീൻ. സ്തോത്രം. ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാൺമീൻ. അവൾ നാട്ടിൽ ചെന്ന് അവളെ പരിഹസിക്കുന്നവരും അവളെ കുറ്റം പറയുന്നവരും അവളെ ഒഴിവാക്കുന്നവരുമായ ആളുകളുടെ അടുക്കലൊക്കെ ചെന്ന് ഓരോ വീട്ടിലേക്ക് ഓടി ചെല്ലുകയാണ്. ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാൺമീൻ. അവർ പുറപ്പെട്ടു. ഇതാരാണ്? എന്ത് മനുഷ്യൻ്റെ ജീവിതത്തിൽ, കഴിഞ്ഞകാല ജീവിതത്തിൽ എന്തോ കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നത് ആരാണിത്? അവൻ പക്ഷെ മിശിഹായിരിക്കുമോ? യേശുക്രിസ്തുവിൻ്റെ അരികിലേക്ക് അവൾ ആളുകളെ വിളിച്ചുകൊണ്ട് വരുന്നു. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ തലപൊക്കി നോക്കി കാണാമോ? കാണുന്നില്ലേ? നിങ്ങൾ തലപൊക്കി നോക്കിയാൽ നിലങ്ങൾ കൊയ്ത്തിന് വെളുത്തിരിക്കുന്നത് കാണും. കൊയ്യാറായ നല്ല ധാന്യശേഖരങ്ങൾ, കൊയ്യാറായ വയലേലകൾ,
നിങ്ങൾ തലവൊക്കി നോക്കിയാൽ ഇപ്പോൾ തന്നെ നിലങ്ങൾ കൊയ്ത്തിന് വെളുത്തിരിക്കുന്നത് നിങ്ങൾക്കാണ്. കൊയ്ത്തിന് തയ്യാറായിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇത്രയേറെ ആളുകൾ യേശുക്രിസ്തുവിലേക്ക് വരുന്ന ഈ ഒരൊറ്റ സ്ത്രീയുടെ സാക്ഷ്യം നിമിത്തം, അവൾ പറഞ്ഞ സാക്ഷ്യം നിമിത്തം ദൈവത്തിന് സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ അനേകരെ ക്രിസ്തുവിലേക്ക് നിങ്ങൾ ആനയിക്കേണ്ടതാണ്. നിങ്ങൾക്ക് അതിനുള്ള ഉത്തരവാദിത്വം കർത്താവ് കാണുകയാണ്. നിങ്ങൾക്ക് ഉത്തരവാദിത്വം കർത്താവ് നിങ്ങളുടെ മേൽ ഫലമേൽപ്പിക്കുകയാണ്. അനേകരെ ക്രിസ്തുവിലേക്ക് നടത്തുക. ഒരു കൂട്ടായ്മയിലേക്ക് നടത്താനല്ല ഞാൻ പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. ഏതെങ്കിലും വ്യക്തിയിലേക്ക് നടത്താനല്ല പറഞ്ഞത്. ക്രിസ്തുവിലേക്ക് അനേകരെ നടത്തുക. എൻ്റെ കർത്താവിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. കരുണയുള്ള കർത്താവിൻ്റെ കൃപയാൽ ഇന്ന് നിങ്ങളെല്ലാവരും വന്നുയർന്നു. നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുന്നത് കാണുന്നത് കൗതുകം തന്നെയാണ്, സംശയമില്ല. ദൈവത്തിന് സ്തോത്രം. നിങ്ങളെല്ലാവരുടെയും മുഖം കാണാനും നിങ്ങളോട് മിണ്ടാനൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ സാധിക്കില്ലല്ലോ. പക്ഷേ ഒന്നെനിക്കറിയാം, ദൈവത്തിന് സ്തോത്രം, ഇന്ന് ആർത്തിയോടെ അനേകർ വരുന്നു. ആർത്തിയോടെ വചനത്തിന് വേണ്ടിയുള്ളതായ ദാഹത്തോടെ അനേകർ വരുന്നു. അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനുള്ള ദാഹവുമല്ല. യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിനുള്ളതായ വിശപ്പ്, ദാഹം തന്നെ ഇന്ന് മനുഷ്യരുടെ മേൽ പകർന്നിരിക്കുന്നു. അപ്പത്തിന് വേണ്ടിയുള്ള വിശപ്പല്ല, വെള്ളത്തിന് വേണ്ടിയുള്ള ദാഹമല്ല, ആത്മാക്കൾക്ക് വേണ്ടിയുള്ളതായ വിശപ്പ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ സ്ത്രീയുടെ ജീവിതത്തിൽ നാം കാണുന്ന ചില പ്രത്യേകതകളുണ്ട്. ഒന്ന്, സത്യവചനങ്ങൾ കേട്ടപ്പോൾ, ക്രിസ്തുവിൻ്റെ മുഖത്ത് നിന്ന് ജീവൻ്റെ വചനങ്ങൾ കേട്ടപ്പോൾ അവൾക്ക് ശരിക്കും ഒരു കൺവേർഷൻ ഉണ്ടായി, ഒരു മാനസാന്തരം ഉണ്ടായി. ആദ്യം നടക്കേണ്ടത് അതാണ്. മാനസാന്തരം ഉണ്ടായി. ഒരു കൺവേർഷൻ വേണം. ഒരു സെക്കൻഡ് നിങ്ങൾ ചിന്തിക്കൂ, എനിക്ക് വാസ്തവമായി ഒരു കൺവേർഷൻ കിട്ടിയിട്ടുണ്ടോ? ഒരു കൺവേർഷൻ, ഒരു മാനസാന്തരം കിട്ടിയിട്ടുണ്ടോ? പലതും മാറ്റം വരുത്തിയിട്ടുണ്ട്. നല്ലത്. മദ്യപാനമില്ല, പുകവലിയില്ല, സിനിമയില്ല, ചീട്ടുകളിയില്ല, ചെയ്ത കൂട്ടുകെട്ടില്ല, ഓക്കെ, വെരി ഗുഡ്, നല്ലത്. പക്ഷേ വാസ്തവത്തിൽ നിങ്ങൾക്ക് വാസ്തവമായി ഒരു മാനസാന്തരം വന്നിട്ടുണ്ടോ? നിങ്ങളുടെ ഭാര്യ പറയുമോ, എൻ്റെ ഭർത്താവ് പഴയ ആളല്ല, എന്തൊരു മാറ്റം വന്നിരിക്കുന്നു, പഴയ കോപമില്ല, പഴയ വാശിയും പിണക്കവുമില്ല, പഴയ ദുശാഠ്യങ്ങളൊന്നുമില്ല, എന്തൊരു ശാന്തത, ഇതൊരു അത്ഭുതമാണല്ലോ ഇത്. നിങ്ങളുടെ ഭർത്താവ് പറയുമോ നിങ്ങളെക്കുറിച്ച്, എൻ്റെ ഭാര്യ പണ്ടത്തെ പോലെ അല്ല കേട്ടോ, എന്തൊരു സ്നേഹം, എന്തൊരു വിനയം, എന്തൊരു അനുസരണം, എന്ത് പക്വത, എന്ത് പാകത, എന്ത് പരിജ്ഞാനം, എന്ത് വിവേകം, പറയുമോ? ദൈവത്തിന് സ്തോത്രം. നമ്മളെ കാണുന്നവർക്ക് നമ്മളിൽ കൂടി ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്നതാണ് സത്യസുവിശേഷം. പറയുന്ന വാക്കുകളേക്കാൾ ശക്തമാണ് ജീവിതത്തിൻ്റെ മാറ്റം. ജീവിതത്തിൻ്റെ മാറ്റം. നിങ്ങൾ ഓരോരുത്തരും ഓരോ ജോലി ചെയ്യുന്നവരാണല്ലോ, ഏതെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്നവരാണല്ലോ, അടുക്കളയിൽ പണിയെടുക്കുന്നവരുണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ സെക്കൻഡും ഓരോ ചലനവും കറ തീർന്നതാണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടോ? ചിന്തിക്കൂ. നിങ്ങളുടെ ഉള്ളിലുള്ളതായ തിന്മയുടെ വികാരഭേദങ്ങൾ നിങ്ങളുടെ മക്കളിലേക്ക് വ്യാപിക്കും, നിങ്ങളറിയുന്നില്ല. ആരോടെങ്കിലും നിങ്ങൾക്കൊരു ഇഷ്ടക്കുറവുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സംസാരത്തിൽ വരും, മക്കളത് കേൾക്കും, മക്കളത് കാണും. അപ്പോൾ അവർക്ക് തോന്നും, അപ്പൻ കാര്യം വചനമൊക്കെ പറയുന്ന ആളാണെങ്കിലും അപ്പൻ്റെ ജീവിതത്തിൽ വഴക്കൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാകും. അപ്പോൾ മക്കളുടെ ഭാവി നശിക്കും. ആരും അറിയുന്നില്ല. ആ മക്കളുടെ ഭാവിയാണ് മുടിയുന്നത്. അവരുടെ ഭാവി ശോഭനമായി തീരേണ്ടതായ ഭാവിയാണ് നശിക്കുന്നത്. മക്കളുടെ മുമ്പിൽ പോലും, നിങ്ങളുടെ മക്കളുടെ മുമ്പിൽ, ഭാര്യയുടെ മുമ്പിൽ, ഭർത്താവിൻ്റെ മുമ്പിൽ, മാതാപിതാക്കളുടെ മുമ്പിൽ, അമ്മായിയമ്മയുടെ മുമ്പിൽ, മരുമകളുടെ മുമ്പിൽ, എല്ലായിടത്തും, ജോലി സ്ഥലത്ത്, കൂടെ ജോലി ചെയ്യുന്നവരുടെ ഇടയിൽ എല്ലാം നമ്മുടെ സ്വഭാവം ക്രിസ്തുവിൻ്റെ സ്വഭാവമായി പ്രതിബിംബിക്കണം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. വെറുതെ ഞാൻ ചില ആശയങ്ങൾ പറയുകയല്ല കേട്ടോ. അതില്ലെങ്കിൽ നമ്മുടെ ജീവിതം വ്യർത്ഥമാണ്. നാം ഇതുവരെയും ക്രിസ്ത്യാനിയായി തീർന്നിട്ടില്ല. അതില്ലെങ്കിൽ ചിന്തിക്കുക നിങ്ങൾ. ഇന്നിന് ഒരു 10 രൂപയുടെ കാര്യം വന്നാൽ പെട്ടെന്ന് ദുശാഠ്യം പിടിക്കുന്നവരാണ് നിങ്ങൾ ചിലർ. അല്ലെങ്കിൽ ഒരു 100 രൂപയുടെ കാര്യം വന്നാൽ അതോടുകൂടി സത്യവും എല്ലാം നീതി എല്ലാം മറന്നു കളയുന്നവരാണ് നിങ്ങൾ ചിലർ. കുറ്റമറിഞ്ഞു തോന്നരുത്, കുറ്റമറിയല്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ചിന്തിക്കൂ, നമ്മുടെ മനോഭാവം എങ്ങനെ ഇരിക്കുന്നു. ദൈവം ഹൃദയങ്ങളെ നോക്കുന്നു. ഈ സ്ത്രീക്ക് യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയപ്പോൾ കൺവേർഷൻ കിട്ടി, മാനസാന്തരം കിട്ടി. എത്ര മനോഹരമായ വാക്കാണ് ഈ മാനസാന്തരം. എത്ര സുന്ദരമായ പദം, എത്ര മധുരതരമായ ഒരു ശബ്ദം, മാനസാന്തരം. മനസ്സ് മാറുക. ഒരു മനുഷ്യനും തന്നെ ഇത് ചെയ്യാൻ സാധിക്കില്ല, മാനസാന്തരപ്പെടാൻ സാധിക്കുകയില്ല. എങ്ങനെ? ക്രിസ്തുവിൻ്റെ കൃപയില്ലാതെ. ആ മാനസാന്തരത്തിന് വേണ്ടി ദാഹിച്ച ക്രിസ്തുവിൻ്റെ കുറവ് പ്രാപിച്ചല്ലാതെ മാനസാന്തരം കിട്ടുകയില്ല.
നിങ്ങളുടെ ജീവിതത്തിൽ ഓർത്തുകൊള്ളൂ, ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറയുന്നു, അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ദൈവം കൽപ്പിക്കുന്നു. അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കുകയില്ല. വായിച്ച് 17:30, അപ്പോസ്തലപ്രവൃത്തി 17:30. അറിവില്ലായ്മയിൽ പലതൊക്കെ ചെയ്തു പോയി, അറിവില്ലാത്ത കാലത്ത് പല വിഡ്ഢിത്തങ്ങൾ കാണിച്ചു പോയി, ചില അവിവേകങ്ങൾക്ക് വന്നുപോയി, അല്ല അറിഞ്ഞുകൊണ്ട് തന്നെയും വന്നുപോയി, അറിഞ്ഞുകൊണ്ട് തന്നെയും തെറ്റ് വന്ന് പോയിട്ടുണ്ട്. ശരി, വായിക്കൂ. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണം ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കൽപ്പനയാണത്, മാനസാന്തരപ്പെടുക. ആ സ്ത്രീക്ക് ലഭിച്ച മഹാഭാഗ്യം, അവൾക്ക് മാനസാന്തരം വന്നു. അവൾ വെള്ളം കോരാമെന്ന കാര്യം പോലും മറന്നുപോയി. പാവം, വെള്ളം കോരി കൊണ്ടുവന്ന പാത്രം പോലും ഇവിടെ വെച്ചു. അവളുടെ പ്രധാന വിഷയം ഇപ്പോൾ അതല്ല. അവളുടെ പ്രധാന വിഷയം ഇപ്പോൾ വെള്ളം കോരുക എന്നുള്ളതല്ല. വെള്ളം കോരാനാണ് വന്നത്. പാത്രം അവിടെ വെച്ചു, കിണറ്റിൻകരയിൽ പാത്രം വെച്ചു. അവൾ ഓടിപ്പോവുകയാണ്, തിരികെ ഓടിപ്പോവുകയാണ്. കൺവേർഷൻ കിട്ടി, അവൾക്ക് മാനസാന്തരം കിട്ടി. പിന്നെ മാനസാന്തരം കിട്ടിയാൽ പിന്നെ അടുത്ത് വരുന്ന എന്താണ്? ഹൃദയത്തിൻ്റെ തകർച്ചയാണ് വരുന്നത്. ഹൃദയ തകർച്ച, പഴയ മനോഭാവമെല്ലാം മാറി, ഹൃദയം തകർന്നു, ഹൃദയം നുറുങ്ങി. കൺട്രീഷൻ വരുന്നു, ഹൃദയ നുറുക്കം വരുന്നു. ഈ കൺവേർഷൻ വന്നു കഴിഞ്ഞാൽ അതോട് ചേർന്ന് വരുന്നതാണ് കൺട്രീഷൻ. കൺട്രീഷൻ എന്ന് വെച്ചാൽ ഹൃദയത്തിന് നുറുക്കം, ഹൃദയം നുറുങ്ങുക, ഹൃദയം തകരുന്നു. നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങൾക്ക് വാസ്തവത്തിൽ ഒരു ഹൃദയം തകരുന്ന അനുഭവം കിട്ടിയിട്ടുണ്ടോ? ഹൃദയം തകരുന്ന അനുഭവം അങ്ങനെ കിട്ടിയ അനേകം പേരുടെ ഇരിപ്പുണ്ട്, എനിക്കറിയാം. പക്ഷേ അന്നത്തെ അനുഭവം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടോ? ചിന്തിക്കണം. ഒരു കാലത്ത് കിട്ടിയിരുന്നു, ഹൃദയം തകർന്ന് കരഞ്ഞിരുന്നു. കർത്താവിൻ്റെ പാദത്തിൽ മുട്ടുകുത്തുമ്പോഴേക്കും ഹൃദയം തകർന്ന് കരഞ്ഞിരുന്നു. പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴേക്കും ഹൃദയം കരഞ്ഞിരുന്നു. പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴേക്കും ഓരോ കണ്ണീരൊഴുകിയിരുന്നു. അങ്ങനൊരു കാലമില്ല, ഉണ്ടായിരുന്നില്ലേ? ഇന്ന് ഹൃദയം കല്ലിച്ചു പോയി. ദൈവത്തിന് സ്തോത്രം. ഹൃദയം തഴമ്പിച്ചു പോയി. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. കൺട്രീഷൻ ലഭിക്കുന്നു, തകർന്ന ഹൃദയം കിട്ടുന്നു. ആ കൺവേർഷനും കൺട്രീഷനും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ലഭിക്കുന്നത് കമ്മീഷൻ ഫോർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആശയങ്ങൾ സംവേദനം ചെയ്യുന്നതിന്, പകരുന്നതിനുള്ളതായ ഒരു കമ്മീഷൻ, നിയോഗം കിട്ടുകയാണ്. അത് ഹൃദയത്തിൽ തോന്നുകയാണ്. കർത്താവ് പറഞ്ഞില്ല, നീ പോയി അവിടെ നിൻ്റെ നാട്ടിൽ ചെന്ന് എല്ലാവരോടും സാക്ഷി പറയണമെന്ന് കർത്താവ് പറഞ്ഞില്ല. അത് ഹൃദയത്തിൽ നിന്ന് വരും. മാനസാന്തരവും ഹൃദയത്തകർച്ചയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കമ്മീഷൻ ഫോർ കമ്മ്യൂണിക്കേഷൻ, ദൈവത്തിൻ്റെ വചനം അറിയിക്കാനുള്ളതായ ഒരു കമ്മീഷൻ, നിയോഗം ലഭിക്കുകയാണ്. എന്തിന്? ഫോർ കമ്മ്യൂണിക്കേഷൻ. ഈ കിട്ടിയ വചനം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, എല്ലാവരിലേക്കും പകരുന്നു. സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം. ഞാനിന്ന് ഭയത്തോടെ പറയുകയാണ്. ഞാൻ നല്ല ആരോഗ്യമുണ്ടായിരുന്ന കാലത്ത് കുറച്ചുകൂടിയൊക്കെ ഓടാമായിരുന്നു. ഇപ്പോൾ അത്രയും പറ്റുന്നില്ലല്ലോ. കുറേ കൂടിയൊക്കെ ഓടിക്കൊള്ളാമായിരുന്നു. കുറേ കൂടിയൊക്കെ കർത്താവിന് വേണ്ടി ഓടാമായിരുന്നു. കുറേ കൂടി കർത്താവിന് വേണ്ടി അധ്വാനിക്കാമായിരുന്നു. അന്ന് കുറേയൊക്കെ ഞാൻ അലസനായിപ്പോയില്ലേ? കർത്താവെ, ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തില്ലല്ലോ, ചെയ്തു തീർക്കേണ്ടതെല്ലാം ചെയ്തു തീർത്തില്ലല്ലോ. ഞാൻ ദൈവസന്നിധിയിൽ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേയേറെ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു, ഒട്ടേറെ ജീവിതസാക്ഷ്യങ്ങൾ കൊടുക്കാമായിരുന്നു. അയ്യോ, വേണ്ടതുപോലെ നടന്നില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഉച്ചയ്ക്ക് സാധാരണ കോളേജിൽ നിന്ന് ഇത് 3rd hour ഇല്ലെങ്കിൽ 4th hour ഇല്ലെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് ഇവിടെ വരും. അപ്പോൾ അമ്മ കട്ടിൽ കിടക്കുകയായിരിക്കും. വേറെ അസുഖമൊന്നുമില്ല, എന്നാലും ക്ഷീണമുള്ളതുകൊണ്ട് കിടക്കുന്നു. ഞാൻ അമ്മയെ ഒന്ന് വിളിച്ചു, ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ പോകും. ചിലപ്പോൾ അമ്മയെ വിളിക്കാനും മറന്നുപോയി, ഭക്ഷണം കഴിച്ചിട്ട് അമ്മയോട് മിണ്ടാനും മറന്നുപോയി. ഇപ്പം ഞാൻ ഓർക്കുകയാണ്, ഞാൻ ചെന്ന് അമ്മയുടെ അടുത്ത് ഇരുന്ന് ഒന്ന് അമ്മയെ തലോടിയിട്ട്, അമ്മയെ ഞാൻ കോളേജിലോട്ട് പോകണം കേട്ടോ എന്ന് പറയാമായിരുന്നല്ലോ എന്ന്. ഇന്ന് എൻ്റെ ഹൃദയത്തിൽ വരുന്ന കുറ്റബോധമായി പറയുന്നത്, കുറച്ചുകൂടി എൻ്റെ അമ്മയെ അങ്ങ് സ്നേഹിച്ചോളാമായിരുന്നല്ലോ എന്ന്, കുറച്ചുകൂടി അങ്ങ് കരുതിക്കൊള്ളാമായിരുന്നല്ലോ എന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, മാനസാന്തരം വരുമ്പോൾ കുറ്റബോധം വരും, മാനസാന്തരം വരുമ്പോൾ പാവബോധം വരും, മാനസാന്തരം വരുമ്പോൾ ഹൃദയത്തകർച്ച വരും. മാനസാന്തരം വന്നു കഴിഞ്ഞാൽ നമുക്ക് ദ്രുതഗതിയിൽ നമുക്ക് കർത്താവിൻ്റെ വചനം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും.
കിട്ടിയ വചനം എല്ലാവർക്കും അങ്ങ് പാകി വിതരണം ചെയ്തു കൊള്ളുക. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നിങ്ങൾ എന്ത് പറയുന്നു? നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ വേല ചെയ്യാൻ താല്പര്യം തോന്നുന്നുണ്ടോ? നിങ്ങൾ വിചാരിക്കും, സാറേ എനിക്ക് അങ്ങനെ വേദപുസ്തകം ചെയ്യുന്നൊന്നുമില്ല, എനിക്ക് എന്നെ കൊണ്ട് എന്താ കഴിവുണ്ട്, പ്രായമായി കഴിവില്ല, അല്ല ഞാൻ അത്രയും പഠിച്ചിട്ടില്ല, എനിക്ക് ഇംഗ്ലീഷ് വേദപുസ്തകം വായിക്കാൻ അറിഞ്ഞുകൂടാ, ഞാൻ എന്ത് ചെയ്യാനാ? മോനെ, നീ അങ്ങനെ പറയരുത്. സ്തോത്രം. നിന്നെക്കൊണ്ട് വൻ കാര്യങ്ങൾ സാധിക്കും. മോളെ, നിന്നെക്കൊണ്ട് വൻ കാര്യങ്ങൾ സാധിക്കും. അനേകരിലേക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹം പകർന്നു കൊടുക്കാൻ നിനക്ക് സാധിക്കും. നിൻ്റെ ഒരു നോട്ടത്തിൽ കൂടി, നിൻ്റെ ഒരു സ്നേഹഭാവത്തിൽ കൂടി, നിൻ്റെ ഒരു പുഞ്ചിരിയിൽ കൂടി അനേകരുടെ ഹൃദയത്തിൻ്റെ വേദനകൾ മാറ്റാൻ സാധിക്കും. സ്തോത്രം. സാധിക്കും. ചെയ്യാവുന്നിടത്തോളം ചെയ്തു കൊള്ളുക, ഒട്ടും വൈകാതെ ചെയ്തു കൊള്ളുക, കർത്താവിൻ്റെ വേല ചെയ്തു കൊള്ളുക. ദൈവത്തിന് സ്തോത്രം. വേല വലിയതും വിശാലമായതുമാകുന്നു. ഇന്ന് നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഇനി എന്താ വേണ്ടത്? എന്നെ കൊണ്ടെന്ത് സാധിക്കും? ചിന്തിക്കൂ. ഇത്രയും കാലം പാഴായിപ്പോയി, സാരമില്ലെന്ന് കർത്താവ് പറയുന്നത്. അത് ഞാൻ പറയുന്ന വാക്കല്ല, കർത്താവ് പറയുന്ന വാക്കാണ്. സാരമില്ല. പക്ഷേ ദൈവത്തിന് സ്തോത്രം. ഇനി എന്ത്? കർത്താവ് ചോദിക്കും, ഇനി എന്ത്? നിങ്ങൾ കർത്താവോട് പറയാം, കർത്താവേ, ഇനി ഞാൻ പഴയ മനുഷ്യനായിരിക്കില്ല, ഇനി ഞാനൊരു പുതിയ മനുഷ്യനായിരിക്കും. ഇനി ഈ ലോകത്തിൻ്റെ അവരാധികൾപ്പെട്ട് ഞാൻ കലങ്ങുകയില്ല, ഇനി ഈ ലോകത്തിൻ്റെ സന്തോഷത്തിന് ഞാൻ ഓടുകയില്ല. കർത്താവേ, ഇനി എനിക്ക് ഒറ്റയ്ക്കൊരു കാര്യം മാത്രം, എൻ്റെ ജീവാവസാനം വരെ എൻ്റെ യേശുവിനെ പ്രസാദിപ്പിക്കുന്ന ദൈവദാസിയായി ഞാൻ നിൽക്കും. സ്തോത്രം. തീരുമാനിക്കാമോ? പറ്റുമോ? നിങ്ങൾക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റുമോ? ദൈവത്തിന് സ്തോത്രം. കർത്താവിന് സ്തോത്രം. തീരുമാനം എടുക്കുന്നുണ്ട്, എനിക്കറിയാം. പലരും തീരുമാനം എടുക്കുന്നുണ്ട്. പോരാ. ഡീപ്പറാകുക, കൂടുതൽ ആഴത്തിലാകുക, തീരുമാനം ആഴത്തിലാക്കുക. കർത്താവേ, ഇനിമേൽ ഞാൻ പുതിയ മനുഷ്യനായിരിക്കും. ഇനിമേൽ ഞാൻ പഴയ സൃഷ്ടിയല്ല, പുതിയ സൃഷ്ടിയായിരിക്കും. ഇനിമേൽ ഞാൻ പഴയ മനുഷ്യനല്ല. കർത്താവേ, ഇപ്പോൾ നിൻ്റെ ആണിപ്പാടുള്ള കരം എൻ്റെ തലമേൽ വയ്ക്കണമേ. പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കൂ. ദൈവത്തോട് വാക്ക് പറയൂ, യേശുവേ, എൻ്റെ യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ തന്നെ ഫലമേൽപ്പിച്ചുകൊണ്ട്, യേശുവിന് നിങ്ങൾ പറഞ്ഞ വാക്ക് നിങ്ങൾ നിരന്തരം ഓർത്തുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥന നിരയായി കഴിയുവാൻ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, നിൻ്റെ വേലയ്ക്ക് വേണ്ടിയുള്ളതായ ആഹ്വാനത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, വേല ചെയ്യുവാനുള്ളതായ നിയോഗം ഞങ്ങൾക്ക് തന്നിരിക്കുന്നതിനെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അപ്പോൾ ഈ മക്കളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഇന്ന് കടന്നു വന്ന ഓരോരുത്തരും ആത്മാവിൻ്റെ സമാധാനവും സൗഖ്യം അനുഭവിച്ചുകൊണ്ട് പോകാൻ ഇടയാക്കണമേ. കർത്താവേ, അവർ രണ്ടാമത്തവന് വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. യേശുക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കുറയോടെ കേൾക്കണമേ. ആമീൻ.